സന്തോഷമുള്ള ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അല്പനേരം ദൈവവചനം ചിന്തിക്കുവാൻ തക്കവണ്ണം ദിവസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷ കർത്താവിൻ്റെ ദാസനും ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്ര പ്രകാരം ദിവസം നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് നൽകിയ ഈ ഒരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടി ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. തീർച്ചയായും നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിപ്പാൻ വിശ്വസ്തനാണ്. ആമേൻ. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 49 മുതൽ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചും സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കപ്പെട്ടത്. സ്തോത്രം. കർത്താവിൻ്റെ ഹല്ലേലൂയ മാതാവാകുന്ന മറിയ, സ്തോത്രം, കർത്താവിനെ ഈ ഭൂമിയിലേക്ക് സ്തോത്രം കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ചൂസ് ചെയ്തപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സ്തോത്രം തൻ്റെ ചാർച്ചക്കാരിയായ സ്തോത്രം എലിശബത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. എലിശബത്തിൻ്റെ മുൻപാകെ താൻ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ സ്തോത്രം മഹത്വീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ പ്രിയ സഹോദരി ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വീകരിക്കുന്ന, എലിശബത്തിൻ്റെ മുൻപാകെ ദൈവത്തെ മഹത്വീകരിക്കുന്ന സ്തോത്രം വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ താൻ പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കണം. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു വലിയ കാര്യം, സ്തോത്രം, വലുത്, ഹല്ലേലൂയ, മറിയയുടെ ജീവിതത്തിൽ സ്തോത്രം സ്വർഗത്തിലെ ദൈവം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ, ഹല്ലേലൂയ, കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നമേ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ചിന്തിച്ചിരുന്നു. സ്തോത്രങ്ങളിൽ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. വേഗത്തിൽ, കാരണം ഇത് അതുമായി കണക്ട് ചെയ്ത് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് വേഗത്തിൽ ഞാൻ അതിലേക്കൊന്ന് തൊട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന രണ്ട് വ്യക്തികളാണ്, സ്തോത്രം, പുരോഹിതനായ സെക്കരിയാവും അവൻ്റെ ഭാര്യയായ സ്തോത്രം എലിശബത്ത്. സ്തോത്രം. ഇവർ രണ്ടുപേരെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുൻപാകെ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും, ഹല്ലേലൂയ, കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ജീവിതം നയിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ, സ്തോത്രം, നാളുകളായി അവർ അനുഭവിച്ചു വന്നിരുന്ന ഒരു നിന്ദയുടെ അനുഭവം ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ല എന്നുള്ളത്. സ്തോത്രം. നാളുകളായി അവർ ഈ ഒരു നിന്ദാഭാരം ചുമന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ഈ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കാണുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. ഈ സെക്കരിയാവ് എന്ന പുരോഹിതന് കൂറിന്റെ ക്രമപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ധൂപം കാട്ടുവാൻ തക്കവണ്ണം അവന് നറുക്കു വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, ആരാണ് സെക്കരിയാവ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ധൂപം കാട്ടുവാൻ തക്കവണ്ണം തനിക്ക് നറുക്കുവാൻ വീണു. താൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയി ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥന കഴിക്കുകയാണ്. ആമേൻ. അങ്ങനെ പ്രാർത്ഥന കഴിച്ചു വരുന്ന, ഹല്ലേലൂയ, ഈ സെക്കരിയാവിന്റെ മുൻപാകെ അവനെ നിന്നയെ മാറ്റുവാൻ ദൈവം അയച്ചിട്ട്, ഹല്ലേലൂയ, ഇതാ ഗബ്രിയേൽ എന്ന ദൂതൻ കടന്നു വന്നു. സ്തോത്രം.
ഹല്ലേലൂയ ജനിക്കുവാനിരിക്കുന്ന ഹല്ലേലൂയ പ്രജയെക്കുറിച്ച്, തക്ക സമയത്ത് നിറവേറുവാനുള്ള വാഗ്ദത്ത ശിശുവിനെ കുറിച്ച് സ്തോത്രം ഈ സെക്കറിയാവിനോട് ദൂതറിയിച്ചു. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഈ ദൂതനെ, തക്ക സമയത്ത് നിറവേറുവാനുള്ള ഈ ദൂതനെ വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ. നോക്കുക, സെക്കറിയാവ് ആരാണ്? ഒരു പുരോഹിതനാണ്. സ്തോത്രം. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരങ്ങളായി പല അവയവങ്ങളായി ഒരു ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുമ്പോഴും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ സ്തോത്രം നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ദൈവസ്ഥലിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ ദൈവം എന്ത് കൽപ്പിച്ചാലും അത് വിശ്വസിക്കുവാൻ മറ്റൊരു വിശ്വാസിയെക്കാളും കൂടുതൽ സ്തോത്രം ഹല്ലേലൂയ കഴിയേണ്ടുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയോട് ദൈവത്തിന്റെ ഒരു ദൈവം ഹല്ലേലൂയ നിറവേറുവാൻ വേണ്ടിയുള്ള ഒരു ദൂതൻ മുഖാന്തരം അറിയിച്ചപ്പോൾ സ്തോത്രം അത് വിശ്വസിക്കുവാൻ കഴിയാതെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രായത്തിലേക്കും തൻ്റെ അവസ്ഥയിലേക്കും നോക്കിക്കൊണ്ട് ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും എന്ന് പറഞ്ഞ് ദൂതനോട് ചോദ്യത്തെ ചോദിക്കുന്ന ഒരു സെക്കറിയാവിനെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം അവിടെ സെക്കറിയാവിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വാഗ്ദത്തം പറഞ്ഞ ദൈവം ദൂതനെ അയച്ച് വാഗ്ദത്തം പറഞ്ഞത് നിവർത്തിക്കുവാനിടയായി. എന്നാൽ ആ കുഞ്ഞ് ജനിക്കുന്ന നാൾ വരെ അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? അവൻ എങ്ങനെ താമസിക്കേണ്ടി വന്നു? ഊമനായി പാർക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം സെക്കറിയാവിന് കൊടുക്കേണ്ടെന്ന് വന്ന വില തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും തൻ്റെ ആത്മീയ ജീവിതത്തിലും സമൂഹത്തിന്റെ മുൻപാകെയും സ്തോത്രം ഒരു നിന്ദയുടെ വേറൊരു അനുഭവത്തിലേക്ക് ആർക്ക് പോകേണ്ടി വന്നു? സ്തോത്രം സെക്കറിയാവിന് പോകേണ്ടി വന്നു. എന്നാൽ ഈ മറിയ എന്ന സഹോദരിയെ കുറിച്ച് അവിടെ കാണുന്നത് സ്തോത്രം ഈ സ്തോത്രം മറിയയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. സ്തോത്രം ഈ സെക്കറിയാവിനോട് സംസാരിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ മറിയയുടെ അടുക്കലേക്ക് വന്ന് സ്തോത്രം ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ പ്രജയാകുന്ന യേശുവിനെ കുറിച്ചുള്ള ദൂതറിയിച്ചു. താൻ ആരാണ്? കന്യകയാണ്. ജോസഫിന് വേണ്ടി സ്തോത്രം വിവാഹ നിശ്ചയം ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഹല്ലേലൂയ ഒരു വിശുദ്ധ പ്രജയെ സ്തോത്രം ഗർഭം ധരിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സെക്കറിയാവ് ചോദിച്ചതുപോലെ അതേ ചോദ്യം ആരും ചോദിച്ചു? സ്തോത്രം ഈ മറിയയും ചോദിച്ചു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം മറിയയും സെക്കറിയാവും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയയോട് ദൈവം കരുണ കാണിച്ചിട്ട് മറിയയ്ക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അങ്ങനെ നീ എന്തായി തീരും? സ്തോത്രം നീ നിന്റെ ഉദരത്തിലേക്ക് ഈ ശിശു കടന്നു വരുമെന്നുള്ളത് വെളിപ്പെടുത്തി. ആമേൻ. സ്തോത്രം. അങ്ങനെ അത് കേട്ട മറിയ സ്തോത്രം പറഞ്ഞ വാക്കാണ് സ്തോത്രം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്യുന്നതനായവൻ ഹല്ലേലൂയ ചില വൻകാര്യങ്ങളെ നമ്മുടെ നടുവിൽ സ്തോത്രം വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ മറിയ പറഞ്ഞതുപോലെ സ്തോത്രം സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ വെളിപ്പെടുത്തി തരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥലിൽ താഴ്ത്തിയേൽപ്പിക്കുന്ന മറിയെ പോലെ താഴ്ത്തിയേൽപ്പിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത ഒരു സഹോദരിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം ഇറങ്ങി വരുവാനിടയായി. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വിളിച്ചു പറയുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഞാനിതാ കർത്താവിന്റെ ദാസൻ, ഞാനിതാ കർത്താവിന്റെ ദാസി, അപ്പ അങ്ങയുടെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നാം കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ പൊടി പിടിച്ചു കിടന്നാലും ഇന്ന് പകൽക്കാലം അതിനെ സ്തോത്രം പൊടി തട്ടി വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ കരങ്ങളിലേക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കും? നിങ്ങൾ ആരും കാഴ്ചക്കാരായിട്ട് ഇവിടെ ഇരിക്കരുത്. ഹല്ലേലൂയ കേൾക്കുന്ന വചനം റിസീവ് ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇവിടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്, നിങ്ങളുടെ ഹല്ലേലൂയ അസാധ്യതയുടെ മേഖലകളിൽ മേൽ വ്യാപരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അത് ഹല്ലേലൂയ വൻകാര്യങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ.
സ്തോത്രം, ഇതാ ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭക്തയായ സഹോദരി, ഇതുവരെയും ആരും കാണാതെ മറഞ്ഞു കിടന്ന സഹോദരി, ഈ സഹോദരി പ്രാർത്ഥിച്ചത് ആരും കണ്ടില്ല, ഈ സഹോദരിയെ ആരും അറിഞ്ഞില്ല. സ്തോത്രം, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നപ്പോൾ, ഇങ്ങനെ ഒരു വിശുദ്ധ പ്രജ തന്റെ മേൽ കൺസീവായി വന്നപ്പോഴാണ് ഇവളെ പറ്റി ലോകം അറിയാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. സെക്കരിയാവിനെ എല്ലാവർക്കും അറിയാം, സ്തോത്രം, എലിശബത്തിനെ എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആരും അറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി, താഴ്മയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഹോദരി, ഈ ഇതാ ഹല്ലേലൂയ, ഈ സ്തോത്രം സ്തോത്രം, ഈ എലിശബത്തിന്റെ മുമ്പാകെ താൻ പറയുന്നൊരു വാക്കുണ്ട്. സ്തോത്രം, എന്താണെന്ന് അറിയാമോ? താൻ പറയുകയാണ്, യഹോവ എന്റെ ദൈവം എന്റെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താഴ്ചയോടെ താഴ്മയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന ഒരു സഹോദരി. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം നമ്മൾ വിളിച്ചു പറയുകയാണ്, നീയും ഞാനും ദൈവസന്നിധിയിൽ താഴ്മപ്പെട്ടവനായി കാത്തിരുന്നാൽ, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ, ആ മഹത്വം, സ്തോത്രം, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ആരും അറിയാതെ കിടന്ന ഒരു സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ കൃപ കടന്നു വന്നു. ഹല്ലേലൂയ, അവൾ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ആരായിരുന്നു? ഒരു താഴ്മയുള്ളവളായിരുന്നു, ഒരു താഴ്ചയുടെ അനുഭവത്തിൽ ഇരുന്നവളായിരുന്നു. ഹല്ലേലൂയ, എന്റെ താഴ്മയുടെ അവസ്ഥയെ കണ്ട ഒരു സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് എലിശബത്തുമായി കൺവേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എലിശബത്ത് പറയുകയാണ്, കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. ആരാ ഭാഗ്യവതി? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കാഴ്ചക്കാരായിരിക്കാം, കേൾക്കുന്നവരായിരിക്കാം, കാണുന്നവരായിരിക്കാം. എന്നാൽ കർത്താവ് നമ്മോട് ഒരു കാര്യം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ, ഈ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആരൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവോ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൽ പ്രാപിച്ച വാഗ്ദത്തങ്ങൾ, കേട്ടതും അറിഞ്ഞതും നിറവേറപ്പെടാനുള്ളതുമായ പല വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നീ റിസീവ് ചെയ്ത് ഏറ്റെടുക്കുമ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ തൻ്റെ താഴ്ചയുടെ അവസ്ഥയെ വെളിപ്പെടുത്തുന്ന, ഹല്ലേലൂയ, വെറുതെ അല്ല എലിശബത്തെ ഈ ദൈവം എന്നോട് കൃപ കാണിച്ചത്, വെറുതെ അല്ല ഈ ദൈവം എന്നോട് കൃപ കാണിച്ചത്, അവൻ്റെ കരുണ വെറുതെ എന്നിൽ വെളിപ്പെട്ടതല്ല, എൻ്റെ താഴ്ചയുടെ അവസ്ഥയെ കണ്ടൊരു ദൈവമാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് വിളിച്ചറിയിക്കുന്ന ഒരു നഗ്നമായ സത്യം, ദൈവസന്നിധിയിൽ ആര് താഴ്മപ്പെടുന്നോ, ദൈവസന്നിധിയിൽ ആരെ എളിമപ്പെടുന്നോ, സ്തോത്രം, അവരെ കാണുന്നൊരു സ്വർഗമുണ്ട്. മനുഷ്യൻ കാണത്തില്ല. സ്തോത്രം. നമ്മൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യർ കൈയടി മേടിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ നീ ഹൃദയപൂർവം നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ, അതേപോലെ തന്നെ തിന്മയായി ചെയ്യുന്ന കാര്യങ്ങളെയും ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ട്. നന്മയാ നീ ചെയ്തതെങ്കിൽ, തിന്മയല്ല നന്മയാ നീ ചെയ്തതെങ്കിൽ, ഹല്ലേലൂയ, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ വചനത്തിനകത്തുനിന്ന് വെളിപ്പെടുന്ന അത്യന്ത ശക്തി, അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധനായവന്റെ ശക്തി, ഹല്ലേലൂയ, നീ ഏറ്റെടുത്തിരിക്കുന്ന ഈ വചനത്തിന്റെ അകത്തൂടെ നിന്നിലേക്ക് പ്രവഹിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ സഹോദരി പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എലിശബത്തെ, സ്തോത്രം, ചെറിയ കാര്യമല്ല എൻ്റെ അപ്പൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്, വലിയ കാര്യം എൻ്റെ കർത്താവ് എന്നിൽ ചെയ്തിരിക്കുന്നു. ആർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യം, ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് ചിന്തിക്കുവാൻ പോലും കഴിയാത്തൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ദൈവവചനം കേട്ടോണ്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം ഇന്ന് പകൽക്കാലം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. മെഡിക്കൽ സയൻസിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തത്, ഹല്ലേലൂയ, നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, ഹല്ലേലൂയ, ഈ ശക്തനായവനിൽ നീ വിശ്വസിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ ശക്തനായവന്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരുമ്പോൾ നടക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മറിയ പറഞ്ഞതുപോലെ ദൈവസ്ഥാനത്തിലേക്ക് നിങ്ങൾ ചിലർ വന്ന് പറയാൻ പോകുന്നു, ഈ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്തോത്രം. മറിയയ്ക്ക് ജനിച്ചതുപോലെ കുഞ്ഞുണ്ടാകുന്ന കാര്യമല്ല, കുഞ്ഞില്ലാത്തവർക്ക് ദൈവം കുഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവരവരുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിറവേറ്റുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രൈസ്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഗ്ദത്തം, നിങ്ങൾ കേട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അത് മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ അത് പുറത്ത് വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ ഹല്ലേലൂയ താഴ്മയോടെ ഈ ശക്തനായവന്റെ പാദത്തിലേക്ക് താണിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മറിയ ആരും കണ്ടില്ല. സ്തോത്രം. മറിയ താഴ്മയുള്ളവളായി ദൈവസന്നിധിയിൽ കാത്തിരുന്നു. തക്ക സമയമായപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവളുടെ മേൽ വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളിൽ വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ നാമം എന്താ? പരിശുദ്ധമാണ്. സ്തോത്രം. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ സ്തോത്രം ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ കഴിയത്തില്ലേ? അല്ലേ? സ്തോത്രം. അങ്ങനെ നമ്മൾക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസ്ഥലിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ താഴ്മയുള്ളവരായി സ്തോത്രം ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാൽ സ്തോത്രം ശക്തനായ ഈ കർത്താവ് നമ്മുടെ മേൽ വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. സ്തോത്രം. അടുത്തതായി താൻ പറയുകയാണ്, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് സ്തോത്രം അവനെ ഭയപ്പെടണം. അല്ലേ? സ്തോത്രം. കർത്താവിനെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അത് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ സ്തോത്രം ദൈനംദിന ജീവിതത്തിൽ നാം എന്ത് ചെയ്യും? എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? സ്തോത്രം. ആ പള്ളിയിൽ ചർച്ചിൽ വരുമ്പോൾ മാത്രം ഭയങ്കര ഭക്തി. സ്തോത്രം. സ്തോത്രം. ചിലർക്ക് അങ്ങനെ ഉണ്ട്. സ്തോത്രം. ആരാധനാലയത്തിൽ വരും ഭയങ്കര ഭക്തി, ഡ്യൂട്ടി പ്ലേസ് വേറെ ഭക്തി. സ്തോത്രം. അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇടകലരുമ്പോൾ വേറൊരു ഭക്തി. സ്തോത്രം. അങ്ങനെയുള്ളവരെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. അങ്ങനെയല്ല. സ്തോത്രം. കാരണം കർത്താവ് ചർച്ചിൽ വരുമ്പോഴും ആ കർത്താവ് തന്നെയാണ്. നാം ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ കർത്താവ് ആര് തന്നെയാ? സ്തോത്രം. അവൻ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. നാം ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് വലയത്തിനുള്ളിൽ നമ്മൾ മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരാധനാലയത്തിൽ വന്ന് കർത്താവിനെ ഹല്ലേലൂയ മഹത്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ആ കർത്താവിനെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. സ്തോത്രം. അങ്ങനെ ആ കർത്താവിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ സ്തോത്ര തലമുറകൾ അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവന്റെ തലമുറ കൂടി എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നാം അനുഗ്രഹിക്കപ്പെടുവാൻ സ്തോത്രം കരമടിച്ചിട്ട് കാര്യമില്ല, ആരാധിച്ചിട്ട് മാത്രം കാര്യമില്ല. ദൈവത്തിന് മുൻപാകെ എന്തായിരിക്കണം? ദൈവത്തിന് മുൻപാകെ കരമടിക്കുമ്പോൾ അത് ഭക്തിയുള്ളതായിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നില്ല, അത് ഭക്തിയുള്ളതായിരിക്കണം. അത് മനുഷ്യർക്കല്ല തോന്നേണ്ടത്, ദൈവത്തിന് തോന്നണം. ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് തോന്നിയാൽ എന്ത് സംഭവിക്കും അവിടെ? സ്തോത്രം. നാം അനുഗ്രഹിക്കപ്പെടും, അതോടൊപ്പം തന്നെ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഒരിക്കൽ സ്തോത്രം അബ്രഹാം ആയിട്ടില്ല അപ്പോൾ അബ്രഹാമിന്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷനായി. യഹോവയാം ദൈവം പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. നോക്കിക്കേ, നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. സ്തോത്രം. എത്രാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്? ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ വാഗ്ദത്തം കേട്ട അന്ന് മുതൽ താൻ ഇറങ്ങി പുറപ്പെട്ടു. സ്തോത്രം. തന്റെ വാഗ്ദത്തത്തിലേക്ക് താൻ അടുത്തുകൊണ്ടിരിക്കുകയാ. ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എപ്പോ? 99-ാമത്തെ വയസ്സിൽ. എന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, നീ എന്റെ മുൻപാകെ നടന്ന് എങ്ങനെ ആയിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം. സ്തോത്രം. അബ്രഹാമിന് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഇത്രയും നാള് ഞാൻ നിന്റെ മുൻപാകെ നിന്റെ സന്നിധിയിൽ നടന്നതല്ലേ? സ്തോത്രം. ഞാൻ എങ്ങനെയാ നടന്നതെന്ന് നിനക്കറിയത്തില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ
ദൈവത്തിന് ആ വാക്കല്ല കേൾക്കാനുള്ളത്. ദൈവം പറയണം, മോനെ നീ ഇനിയും എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് നിഷ്കളങ്കനാകേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അബ്രാമേ, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്ക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടും അബ്രാമിനോട് പറഞ്ഞതുപോലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്താണ്? എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. സ്തോത്രം. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയോട്, സ്തോത്രം, അബ്രാമിനോട് അടുത്തതായി ദൈവം പറയുന്നത്, ഞാൻ നിനക്കും എനിക്കും മധ്യ ഒരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ്. അപ്പം നമുക്ക് ദൈവവുമായിട്ടുള്ള നിയമം, ഒരു കവനന്റ്, ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, സ്തോത്രം, എങ്ങനെയെങ്കിലും നടന്നാൽ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കതയോടെ, ഹല്ലേലൂയ, തന്നെത്താൻ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു നിർമ്മലതയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപാകെ നടക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുൻപാകെ ആ ദൈവം ഒരു നിയമം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് അവനെ ബോധ്യപ്പെടും, ആ ദൈവ പൈതലിനെ ദൈവത്തിന് അങ്ങ് ഇഷ്ടപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ എത്ര ദൈവത്തിന് മുൻപാകെ തലകുത്തി മറിഞ്ഞാലും എന്ത് നടക്കത്തില്ല? ദൈവമായിട്ടുള്ള ആ, സ്തോത്രം, നിയമത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് വരാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്ത് കേട്ടു, എന്താ കേട്ടത്? സ്തോത്രം, ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഉണ്ടോ? സ്തോത്രം. എന്നെ ഭയപ്പെടുന്നവർക്ക് അവരുടെ കരുണ തലമുറയോളം ഇരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രാഹാമിനോട് പറയാണ്, അബ്രാഹാമേ, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്ക. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നീയുമായിട്ടൊരു നിയമം സ്ഥാപിക്കാൻ പോകുക. അങ്ങനെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അതിലൂടെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. അങ്ങനെ നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, നിന്റെ തലമുറകൾ കൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എന്താ കേട്ടത്? സ്തോത്രം. ദൈവം ഒരുവനെ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവനെ ദൈവം തലമുറയായി അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അബ്രാമിനെ അനുഗ്രഹിച്ച ദൈവം, ദൈവം അബ്രാമിന്റെ മുമ്പിൽ വെച്ച ഒരേ ഒരു, സ്തോത്രം, നിയമമാണ്, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്ക. സ്തോത്രം. ഇത് കേട്ട് ദൈവം പറയുകയാണ്, നീ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്ക്. സ്തോത്രം. ഞാൻ നിനക്കും എനിക്കും മധ്യ ഒരു നിയമം സ്ഥാപിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് കേട്ട, സ്തോത്രം, അബ്രാം എന്താ ചെയ്തേ? സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. മറുത്ത് താൻ ഒന്നും പറയാൻ പോയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ സാഷ്ടാംഗം നമ്മളൊന്ന് വീഴണം. ആമേൻ. ഈ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കുകയാണ്, ഈ അപ്പൻ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് മുൻപാകെ, ദൈവം എന്നോട് സംസാരിച്ച വിഷയത്തിന് മുൻപാകെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ഒന്ന് സാഷ്ടാംഗം വീഴണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്താൽ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി ഹല്ലേലൂയ ആ കുറിവാക്യത്തിലേക്ക് തന്നെ വരട്ടെ. സ്തോത്രം. അടുത്തത് അവിടെ 51-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു കളഞ്ഞു. സ്തോത്രം. അപ്പോ നമ്മുടെ ദൈവം എന്താണ്? സ്തോത്രം. തന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം. മറ്റേ ആരുടെയും സപ്പോർട്ട് ആർക്കും ആവശ്യമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, സ്തോത്രം, ആ കർത്താവിന് മറ്റാരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. സ്തോത്രം. ഇന്ന് പലക്കാലം നമ്മൾ തിരിച്ചറിയണം അത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ടു. സ്തോത്രം. എന്താ കേട്ടത്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ബുധനാഴ്ച കേട്ടതാ. എന്ത് ചെയ്യണം? ചെറിയ ചെറിയ നമുക്ക് ചെയ്യാൻ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്? വലിയ കാര്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കും. നമുക്ക് സ്വയമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ആശ്രയിക്കാറില്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില പ്രത്യേക സാഹചര്യം കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പാസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ കഴിയും. സുനിൽ ബ്രദറിന്, ബിജു ബ്രദറിന് ഇന്ന ഏരിയയിൽ പിടിപാടുണ്ട്.
ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. സ്തോത്രം. കോണ്ടാക്ട് ചെയ്യുന്നതല്ലതാ, പക്ഷെ അതിനു മുമ്പ് നാം എന്ത് ചെയ്യണം? സർവശക്തനായ ഒരു ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവനായ ശക്തനായ ഒരു ദൈവം, ഹല്ലേലൂയ, ആ ദൈവം ഇവിടെ ജീവിച്ചിരിക്കെ സൈനോട് ചോദിക്കുകയാണ്, പാസ്റ്ററോട്, ബിജുബരനോട്, പലരോടും ചോദിക്കുക. അല്ലല്ല, സ്വർഗം പറയുന്നത് എന്താണെന്നറിയാമോ? ശക്തനായ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ മുൻപാകെ നാം തലവണക്ക്, അവന്റെ അടുക്കൽ നിന്റെ കാര്യത്തെ കൊണ്ടുവാ. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. സ്തോത്രം. അവന്റെ മുൻപാകെ ആ കർത്താവിന് മുമ്പാകെ ഉഡായിപ്പ് പരിപാടികൾ നടക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ്, അവൻ ഹല്ലേലൂയ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ച് കളയും. ഇത് പഴയ നിയമം അല്ല കേട്ടോ. പഴയ നിയമത്തിലാണ് നമ്മൾ പറയാതെ അങ്ങനെ ആയിരുന്നു. പുതിയ നിയമത്തിൽ എഴുതി വെച്ചേക്കാണ്, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സഹോദരി പറഞ്ഞ വാക്കുകളിലൂടെ കയറി വന്നപ്പോൾ സഹോദരി പറയുകയാണ്, ഞാൻ എളിമപ്പെട്ടു, ഞാൻ താഴ്മപ്പെട്ടു. അതുകൊണ്ട് ഈ ശക്തനായവനെ അനുഗ്രഹിച്ച് ഉയർത്തി. ഹല്ലേലൂയ. ഞാൻ അഹങ്കരിക്കാൻ എങ്ങും പോയിട്ടില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, നമുക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിക്കുവാനൊന്നുമില്ല. ഈ ശക്തനായവൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതല്ലാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പുകഴുവാൻ നമുക്കൊന്നുമില്ല. ദൈവസന്നിധിയിൽ അഹങ്കരിക്കുന്നവനെ ദൈവത്തിന്റെ മുൻപാകെ ഹല്ലേലൂയ താഴ്മപ്പെടാതെ വണ്ണം സ്വന്തം ഹൃദയ വിചാരത്തിൽ നിഗളിക്കുന്നവരെ ദൈവം ചിതറിപ്പിച്ച് കളഞ്ഞത് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും അനേക ഭാഗങ്ങളിൽ. മറിയ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, എലിശബത്തെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ നമ്മുടെ കർത്താവിന്റെ മുൻപാകെ അഹങ്കരിച്ചവരെ അവൻ ചിതറിച്ച് കളഞ്ഞു. അടുത്ത വാക്ക്, പ്രഭുക്കന്മാരെ, സ്തോത്രം, സിംഹാസനത്തിൽ നിറക്കി. എന്താ? താണവരെ ഉയർത്തിയിരിക്കുന്നു. താണവരെ ഉയർത്തി എന്നുള്ളൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ കണ്ടപ്പോഴേ എൻ്റെ വാക്ക് ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വന്നു ജോസഫിനെയാണ്. സ്തോത്രം. ജോസഫ് തൻ്റെ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടും നിന്നെ അനുഭവിച്ചുകൊണ്ടും ഇങ്ങനെ ജീവിതം നയിക്കുക. എല്ലാ സഹോദരങ്ങളോടെ ചേർന്ന് ജോസഫിനെ എടുത്ത് പൊട്ടക്കുണിൽ കൊണ്ട് കളഞ്ഞു. ഒന്നും മിണ്ടിയില്ല. പൊട്ടക്കണത്തിൽ നിന്ന് കയറ്റിയെടുത്തു. ഹല്ലേലൂയ. മിസ്രൈമിലേക്ക് പോയ, സ്തോത്രം, കച്ചവടക്കാരുടെ അടുക്കൽ പിടിച്ച് വിറ്റു. യോസഫിനൊരു കാര്യം പറയാമായിരുന്നു, എൻ്റെ സഹോദരന്മാർ എന്നെ വിൽക്കുക, പ്ലീസ് എന്നെ കൊണ്ടുപോകരുത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ അവിടെ കാണുകയാണ്. മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഹല്ലേലൂയ. താനിതാ ഈജിപ്തിലേക്ക് കടന്നുപോയി. ഈജിപ്തിൽ കടന്നു ചെന്നു പൊത്തിഫേറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലും, സ്തോത്രം, അവിടെ നിന്ന് ഫറവോന്റെ അധികാരങ്ങളിലേക്കും താൻ കടന്നുപോയി. പലവിധമായ ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങളെ താൻ, സ്തോത്രം, ധാരണം ചെയ്തു. ഇവിടെ പറയുന്നു, പ്രഭുക്കന്മാരെ എന്തു ചെയ്തു? പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. ജോസഫേ, നീ ഒരു നാൾ കുഴിയിൽ വീണവനാണ്. ജോസഫേ, നീ ഒരു നാൾ ഹല്ലേലൂയ കുഴിയുടെ അവസ്ഥയിൽ വീണുപോയവനാ. നിന്നെ തള്ളിയിട്ടതാ. പ്രൈസ് ദി ലോർഡ്. നീ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ കിടന്നതാ. സ്തോത്രം. എന്നാൽ സ്തോത്രം, തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കൂടെ ഹല്ലേലൂയ സഹോദരൻ ഉണ്ടായിരിക്കുകയില്ല, നിന്റെ ബന്ധുമിത്രാദികൾ ഉണ്ടായിരിക്കുകയില്ല, നമ്മുടെ കൂടെ ആരും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഹല്ലേലൂയ നീ കുഴിയിൽ കിടക്കുമ്പോഴും നിന്റെ അരുമനാഥനായ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് ആയിരിക്കുന്നതെങ്കിൽ, നിന്നെ കുഴിയുടെ അവസ്ഥയിൽ നിന്ന്, നിന്നെ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിന്നയുടെ അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഹല്ലേലൂയ ഉയർത്തി മാനിപ്പാൻ കഴിവുള്ളവനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എൻ്റെ താഴ്ചയുടെ അവസ്ഥയിൽ നിന്ന് എന്നെ മാനിക്കുന്ന ദൈവമാ? ഹല്ലേലൂയ. എൻ്റെ താഴ്ചയുടെ അവസ്ഥ, എൻ്റെ കുഴിയുടെ അവസ്ഥ, എൻ്റെ കാരാഗ്രഹത്തിന്റെ അവസ്ഥ, കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന, എന്നെ ഉദ്ധരിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഓടി വന്നൊരു വ്യക്തിയാണ് മൊർദെഖായി. മൊർദെഖായിയും ഇതേപോലെ തന്നെ, സ്തോത്രം, രാജാവിന് നന്മ ചെയ്തു.
ഹല്ലേലൂയ നന്മ ചെയ്തത് രാജാവ് അഹശ്വേരോശ് രാജാവ് എന്ത് ചെയ്തു? ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ എഴുതി വെച്ചു. പക്ഷേ രാജാവ് മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. രാജാവ് എന്ത് ചെയ്തു? മറന്നുപോയി. ലോകം മറക്കും. സ്തോത്രം. നമ്മൾ നന്മ ചെയ്താൽ, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നല്ല കാര്യങ്ങൾ ചെയ്താൽ അതെന്ത് ലോകം മറക്കും. തിന്മ ചെയ്താലോ ഒരിക്കലും മറക്കത്തില്ല. ജീവാനന്ദ കാലം മറക്കത്തില്ല. എന്നാൽ സ്തോത്രം ഇവിടെ ഇതാ നന്മ ചെയ്തത്, രാജാവിന് വേണ്ടി നന്മ ചെയ്തൊരു വ്യക്തി, രാജാവ് കറക്റ്റ് സമയത്ത് ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്ത് എഴുതി വെച്ചു. സ്തോത്രം. എന്നാൽ താൻ മറന്നുപോയി. തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയുന്നത് ഈ ഭക്തൻ ഈ അഹശ്വേരോശ് രാജാവിൻ്റെ സ്തോത്രം രാജധാനിയുടെ പടിക്കൽ ഒരു താഴ്ച അനുഭവിച്ചുകൊണ്ട് താൻ അവിടെ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരും ഈ സ്തോത്രം മൊർദെഖായിയെ ഗവനിക്കുന്നില്ല. സ്തോത്രം. അവിടെ നമ്മൾ ഇപ്പൊ ഇവിടെ വായിച്ചു കേട്ടതുപോലെ സ്തോത്രം പ്രഭുക്കന്മാരുടെ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ഹാമാനെ കാണാൻ കഴിയുന്നുണ്ട്. ഹാമാൻ ഒറ്റയടിക്ക് അതിൽ ഒരു പദവി ലഭിച്ചതല്ല. എന്നാൽ ഹാമാൻ എന്ത് ചെയ്തു? സ്തോത്രം. ഹാമാനെ ഈ പദവിയിലേക്ക് ഹാമാൻ കയറി വന്നപ്പോൾ ഹാമാന്റെ നിലപാടുകളൊക്കെ മാറാൻ തുടങ്ങി. സ്തോത്രം. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഹൃദയത്തിനകത്ത് അഹങ്കരിക്കുന്ന ഒരു മനോഭാവം കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹങ്കരിക്കുന്നവനെ ചിതറിപ്പിച്ച് കളയുന്നവനായ ദൈവം, താണവരെ ഉയർത്തുന്നവനായ ദൈവം. സ്തോത്രം. സ്തോത്രം. അഹശ്വേരോശ് രാജാവ് എഴുതി വെച്ചത് അഹശ്വേരോശ് രാജാവ് മറന്നുപോയി. അത് പൊടി പിടിച്ചു. എന്നാൽ ദിനങ്ങൾ കടന്നുപോയപ്പോൾ ദൈവം ഒരുവനെ ഉദ്ധരിക്കുവാൻ വിചാരിച്ചപ്പോൾ സ്തോത്രം രാജാവിന്റെ ഹൃദയം ഉണർത്തിക്കൊണ്ട് പൊടി പിടിച്ചു കിടന്ന ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരുവാൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം നമുക്ക് വേണ്ടി ഹല്ലേലൂയ എഴുതപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, സ്തോത്രം നീ കേട്ട വാഗ്ദത്തങ്ങൾ, നീ കേട്ട ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ദൈവിക ശബ്ദങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകാം, മറയപ്പെട്ട് കിടക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, ദൈവത്തിന്റെ മുൻപാകെ ഹല്ലേലൂയ സ്തോത്രം താഴ്മയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ ഈ ശക്തനായവൻ ഇവയെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് വരും. തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കരങ്ങളിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. അവനത് ബോധിച്ചെടുത്തേക്കൊഴുക്കും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ നിങ്ങളെ മറയപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ എന്റെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് കൊണ്ടുതരാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സൈജു അല്ല ഇവിടെ പ്രസംഗിക്കുന്നേ. സ്തോത്രം. സൈജു കർത്താദാസൻ പറഞ്ഞ പോലെ ഒരു ഉപകരണമാ. സ്തോത്രം. ഈ ഉപകരണത്തിലൂടെ ദൈവം വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറയപ്പെട്ട് കിടക്കുന്നത് മൊർദെഖായിക്ക് കിട്ടേണ്ട അനുഗ്രഹം സ്തോത്രം രാജാവ് മറന്നുപോയെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ അവനിതാ രാജാവിന്റെ ഹല്ലേലൂയ രാജധാനിയുടെ താഴെ ഹല്ലേലൂയ തണുപ്പേറ്റുകൊണ്ടും ഹല്ലേലൂയ കട്ടത അനുഭവിച്ചുകൊണ്ടും തന്റെ വളർത്തുമകളെ രാജാവിന് വേണ്ടി കൊടുത്തിട്ട് ഹല്ലേലൂയ അവന് വേണമെങ്കിൽ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം ഉണ്ടാക്കി അവിടെ കിടക്കാമായിരുന്നു. സ്തോത്രം. എങ്കിലും താൻ സ്തോത്രം കൊടുത്ത തന്റെ മകളുടെ അനുഗ്രഹം എന്താണ്? അവൾ അവിടെ എങ്ങനെ കഴിയുന്നു? അല്ലെങ്കിൽ ഈ യഹൂദന്റെ ഹല്ലേലൂയ ഹാമാൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ഹല്ലേലൂയ സ്തോത്രം ഈ ഹാമാൻ യഹൂദന്മാർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? അവന്റെ തന്ത്രങ്ങളെ കണ്ടറിയുവാൻ വേണ്ടി സ്തോത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനെ പോലെ ഈ ഭക്തരിതാ സ്തോത്രം രാജാവിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് തോന്നും അവനൊന്നും അവിടെ ചെയ്യാനില്ല, ചുമ്മാ അവിടെ കിടക്കുകയാണെന്ന്. പക്ഷെ അതിനകത്തൊരു ദൈവിക നിയോഗമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പലതും ആര് കണ്ടത്? മൊർദെഖായി കണ്ടത്. ഹല്ലേലൂയ. തക്ക സമയമായപ്പോൾ ഹല്ലേലൂയ ഹാമാൻ ഹല്ലേലൂയ അവൻ ഒരു പ്രഭുവിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിലും ഹൃദയത്തിൽ അഹങ്കരിച്ചവനെ താഴെ ഇറക്കിയിട്ട് സ്തോത്രം ഇതാ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടന്ന സ്തോത്രം ഒരു ദൈവ വൈദ്യനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മൾ പലരെയും ഹല്ലേലൂയ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? മറിയ പറഞ്ഞതുപോലെ ഇവിടെ ചിലർ പറയാൻ പോകുക, സ്തോത്രം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു. ഇന്നല്ല, വരും ദിവസങ്ങളിൽ നിങ്ങൾ പറയാൻ പോകുകയാണ്, ഹാലലി ഞാൻ കേട്ട, ഹാലി ഞാൻ അനുഭവിച്ച, ഈ ഹാലലി ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തനായ, ഈ വലിയവനായ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. വൻ കാര്യങ്ങളെ, ആർക്കും ചെയ്യാൻ കഴിയാത്ത വൻ കാര്യങ്ങളെ എൻ്റെ അപ്പൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തെന്ന് നിങ്ങളിൽ പലരും പറയാൻ പോകുക. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? സ്തോത്രം. അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. ഇപ്പം ആരംഭത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്താവശ്യമാ? ഒരു വിശപ്പ് ആവശ്യമാ, ഒരു വിശപ്പ് ആവശ്യമാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു വാഞ്ച ആവശ്യമാ, ഒരു ദാഹം ആവശ്യമാ. മറിയ പറയുകയാണ്, വിശന്നിരിക്കുന്നവരെ അവൻ നന്മകളാൽ നിറച്ചും. സ്തോത്രം. നമ്മളിൽ ഇവിടെ ഇരിക്കുന്നവർ നന്മകളാൽ നിറയപ്പെടുന്നുണ്ടെങ്കിൽ ആരും അതിനകത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുഖത്തോക്കി പറയണം, ആ ദൈവത്തിൽ എന്തുണ്ട്? വിശപ്പുണ്ട്, വിശപ്പുണ്ട്. അത് ഭൗതിക നന്മ മാത്രമല്ല. നിങ്ങൾ ഒറ്റയടിക്ക് നന്മയെന്ന് പറയുമ്പോൾ നന്മയിലേക്ക് നോക്കും, ഭൗതിക നന്മ മാത്രം കാണരുത്. അവന്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. പറയുകയാണ്, വിശപ്പുള്ളവനെ അവൻ നന്മകളാൽ നിറയ്ക്കും. ഇന്ന് പകൽക്കാലം ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത് ഒരു വിശപ്പാണ്. ആമോസിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം അരുളി ചെയ്തത്, സ്തോത്രം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം എത്ര പ്രാവശ്യം അവരോട് ഇടപെട്ടിട്ടും, ദൈവം അവരുടെ കൂടെ നടന്നിട്ടും, ദൈവം പലതും അവർക്ക് വേണ്ടി ചെയ്തിട്ടും വിശ്വസിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ ഒരു തലമുറ. ആ തലമുറയോടെ ദൈവം പറഞ്ഞേ എന്ത്? നിങ്ങൾ എന്നെ, ഞാൻ പ്രവാചകന്മാരോട് ഇടപെട്ടു, ന്യായാധിപന്മാരോട് ഇടപെട്ടു, പല അഭിഷിക്തന്മാരോട് നിങ്ങൾ ഇടപെട്ടു, എൻ്റെ വചനത്തെ നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ അരുളി ചെയ്യുകയാണ്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, എൻ്റെ വചനത്തിനായിട്ടുള്ളൊരു ദാഹം, വിശപ്പ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. അന്ന് നിങ്ങൾ ഓടി നടക്കും, കിട്ടത്തില്ല. അതേ ദൈവം ഇന്നും നമ്മളോട് പറയുകയാണ്, സുലഭമാ. ഇന്ന് വചനം സുലഭമാ. വചനം സുലഭമല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശമൂവേൽ ബാലന്റെ കാലത്ത് വചനത്തിൽ അങ്ങനെ കാണുന്നു, വചനം സുലഭമല്ലായിരുന്നു. ഞാൻ പറയാം, വചനം സുലഭമല്ലാതിരുന്നല്ല, ആ വചനത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി ആളില്ലായിരുന്നു. ഏലി പുരോഹിതന്റെ മക്കളെ പോലും ഏലി പുരോഹിതനും ദൈവത്തിങ്കിലേക്ക് നടത്താൻ, ഈ വചനത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാലും ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മാനിക്കണമല്ലോ. വചനം സുലഭമല്ലാതിരുന്നൊരു കാലം. ഇന്നിതാ നമ്മളെല്ലാം ഭാഗ്യമുള്ളവരാണ്. എവിടെ തിരിഞ്ഞാലും ദൈവത്തിന്റെ വചനം. യൂട്യൂബ് തുറന്നാൽ ദൈവത്തിന്റെ വചനം, ഇൻസ്റ്റഗ്രാം തുറന്നാൽ ദൈവത്തിന്റെ വചനം, ട്വിറ്ററിലുണ്ട്, എവിടെ സോഷ്യൽ മീഡിയയിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുക. ഏത് പാസ്റ്റർ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് അപ്പം കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് നിഗളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നോ? മറിയ പറയുകയാണ്, വിശപ്പുള്ളവരെ അവൻ നന്മകളാൽ നിറച്ചും, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സമ്പന്നന്മാരെ, അത് സാമ്പത്തിക നന്മയാൽ നിറയപ്പെട്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ നോക്കണ്ട. ആ ഒരു നന്മയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ 5 വർഷമായിട്ട് ദൈവത്തെ പിൻപറ്റുകയാണ്. ദൈവത്തെ ഞാൻ 5 വർഷമായിട്ട് കേൾക്കുക, 10 വർഷമായിട്ട് ദൈവത്തിന് വചനം കേൾക്കുക, 10 വർഷമായിട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുക. ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാ. സ്തോത്രം. പലരും പറഞ്ഞിട്ടില്ല അങ്ങനെ സമുദായ ചർച്ചയാരൊക്കെ, ഞങ്ങൾ ഇന്നങ്ങനായ, ഞങ്ങൾ ഇങ്ങനെ മർത്തോമ കത്തോലിക്ക, ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടം, അതിനകത്ത് വലിയ പ്രൗഡ് കാണിക്കുന്ന ഒരു കൂട്ടം. സ്തോത്രം. അങ്ങനെയാണോ നമ്മൾ ആ ദിവസത്തിലായിരിക്കുന്നത്? സ്തോത്രം. അങ്ങനെ ഒരു പ്രൗഡുമായിട്ടാണ് നാം ദൈവസന്നിധി ഇരിക്കുന്നതെങ്കിൽ ഈ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന്. നീ കഴിഞ്ഞ ആഴ്ച വലിയത് പ്രാപിച്ചു, എന്നാൽ ഈ ആഴ്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ആർത്തിയുള്ളവനായിട്ട് വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. അതിനേക്കാളും വാഞ്ചയുള്ളവനായിട്ടാണ് വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിൽക്കുന്നവരുടെ ജനം വായടച്ചിരുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നിൽക്കുന്ന ആളുകളോട് ഒന്നും സംസാരിക്കത്തില്ല, വായടച്ചു കളയും.
ജനത്തിന്റെ ഹിതം, ജനത്തിന്റെ വിശപ്പറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഹാലലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹാലലൂയ. ജനം ആവശ്യക്കാരായി ഇരുന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ വചനം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. സ്തോത്ര വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് പോയ പലയിടത്തും, ശുശ്രൂഷകന്മാരായ ദൈവത്തിന്റെ ശിഷ്യന്മാർ കടന്നുപോയ പലയിടത്തും ജനത്തിന്റെ ഹൃദയം പെട്ടിരുന്നത് കൊണ്ട് അവരുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, സ്തോത്രം, ആത്മീയതയിൽ ഞാൻ സമ്പന്നനായി തീർന്നു, ഞാൻ 10 വർഷമായിട്ട് ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ പഠിച്ചവനാ. ഞങ്ങളുടെ ചർച്ചിൽ ഹല്ലേലൂയ എൻ്റെ മതസമയം എടുക്കാമല്ലോ. ബൈബിൾ കോളേജിൽ പോയി വലിയ ദൈവവചനം പഠിച്ച ആൾക്കാർ ഇന്ന് അവിടെ കോർണറിൽ ഇരിക്കുക കൈ അടിച്ചുകൊണ്ട്. മനസ്സിലായോ? നിനക്ക് ആ വിശപ്പുണ്ടെങ്കിൽ, നിനക്ക് ഹല്ലേലൂയ ദൈവത്തെ റിസീവ് ചെയ്യുവാനൊരു ആഗ്രഹം നിന്റെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ, ആ കർത്താവ് നിന്നെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ നിർത്തും. അല്ല ഏത് കോളേജിൽ പോയി പഠിച്ചാൽ നീ നിൽക്കത്തില്ല. ഇവിടെ നീ എവിടെ നിൽക്കത്തില്ല. അല്ല പുൽപ്പിട്ടിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് എന്തു വേണം? ഹല്ലേലൂയ. ഒരു വിശപ്പ് നമുക്ക് വേണം, ഒരു ആർത്തി നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പ്രിയ സഹോദരി വിളിച്ചു പറയുകയാണ് ദൈവത്തിന്റെ മുൻപാകെ, ഹല്ലേലൂയ, ഞാൻ യഹൂദനാണ്, അന്ന് യഹൂദന്മാരുടെ കാലഘട്ടമായിരുന്നല്ലോ. ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ അങ്ങനാണ്, ഇങ്ങനെയാണ് പ്രൗഢി കൊണ്ട്, ഹല്ലേലൂയ, അവന്റെ പ്രൗഢിയിൽ പുകഴ്ന്നിരുന്നവരെല്ലാം ദൈവം അങ്ങനെ സമ്പന്നതയിൽ, ആത്മീയ സമ്പന്നതയിൽ, ഹല്ലേലൂയ, ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം വെറുതെ പോയി. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്പിരിച്വലി അറിയാമെന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ വീണ്ടും ഒരു ശിശുവിനെ പോലെ പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, അപ്പാ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൽ താഴ്ത്തി ഏൽപ്പിക്കാൻ നമുക്കിടയായി തീർന്നാൽ, സ്തോത്രം, ആ കർത്താവ് നമ്മളെ വീണ്ടും വീണ്ടും ശക്തന്മാരാക്കിക്കൊണ്ടിരിക്കും. ഇടർച്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരാം. എന്നാൽ നമ്മുടെ ഈ കാലുകളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഈ നട്ടലിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവനാ. അനുഭവപ്പെട്ടിരിക്കുന്ന എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും മാറ്റി നിർത്തി പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും ഈ ശക്തനായ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഞാൻ വേഗത്തിൽ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ സമ്പന്നതയുടെ കാര്യത്തിൽ സമ്പന്നന്മാരായിരുന്നവരെ വെറുതെ അയച്ചു കളഞ്ഞു എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി പോയ കൊരിന്ത്യരെ, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി നിങ്ങൾ മാറിയോ? സ്തോത്രം. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഞങ്ങളെ കൂടാതെ നിങ്ങൾ വാഴുന്നവരായോ എന്ന് ചോദിച്ചു. അവിടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക, ദൈവത്തിന്റെ വചനം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, എന്നെ കൂടാതെ നിനക്ക് വാഴാൻ കഴിയുമോ? എന്നെ കൂടാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? എന്നെ കൂടാതെ നിനക്ക് സമ്പന്നനായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര വേഗത്തിൽ ദൈവാത്മാവ് നമ്മോട് ചോദിക്കുക, പ്രിയ ദൈവവൈതലേ, നീ ഇത്ര വേഗത്തിൽ സമ്പന്നനായി തീർന്നോ? ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, അയ്യോ, സ്തോത്രം, ഞങ്ങളോട് കൂടി നിങ്ങളും വാഴേണ്ടതിന്, സ്തോത്രം, നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളൊന്ന് വാണെങ്കിൽ, ഈ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് വളർന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ കൂടാതെ നമുക്ക് വളരാൻ കഴിയുകയില്ല. കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവുമാണ് നമ്മളെ ദൈവസന്നിധിയിൽ വളർത്തുന്നതും ശക്തീകരിക്കുന്നതും. മറിയ ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവൾ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ജഡമായി അവളിൽ അവതരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവളുടെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്.
വചനവും ഹാലലൂയ ആത്മാവും ഒരേപോലെ സമ്മേളിച്ചപ്പോൾ അവളിൽ ചില വൻ കാര്യങ്ങൾ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നു, ഹാലലൂയ വചനത്തിനും ദൈവാത്മാവിനും നമ്മളിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമ്പന്നനാണ്, ഞാൻ ഹാലലൂയ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇരിക്കരുത്. ഞാൻ നിങ്ങളുടെ സ്നേഹം ഉണ്ടാണ്ട് ഞാൻ തുറന്നു ഇങ്ങനൊരു അവസരം കിട്ടിയോണ്ട് പറയാം. ഞാനൊരു പ്രെയർ കോർഡിനേറ്റർ ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കൊണ്ട് ഞാൻ പറയട്ടെ, ലൈവും പോകുന്നുണ്ട്. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. സ്തോത്രം. ദൈവത്തിന് എത്രത്തോളം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് മുൻപാകെ ഹല്ലേലൂയ ഭയമുള്ളവരായി വിശ്വസ്തരായിരിക്കുക. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അയച്ച ദൂതൻ വരും. കൊർന്നല്യോസിന്റെ കാര്യമാണ് ഞാൻ വേഗത്തിൽ പറയാം. കൊർന്നല്യോസ് ഒരു ജാതിയനായിരുന്നു. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കേൾക്കാനുള്ള ആർത്തി അവനുണ്ടായിരുന്നു. സ്തോത്രം. അന്നത്തെ ശിഷ്യന്മാരുടെ നടുവിൽ അവർ ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പ്രാപിച്ച നന്മകൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഇതെല്ലാം യഹൂദന് മാത്രം മതി എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരു കാലം. എന്നാൽ ഇവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടവനായി ഒരു വിജാതീയനായ ഒരുത്തൻ, സമ്പന്നനായ ഒരുത്തൻ, ഹല്ലേലൂയ അവനിതാ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മുൻപാകെ പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബത്തെ അതിനുവേണ്ടി വേർതിരിച്ച് മുട്ടുമടക്കി ഇരുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നൊരു ഭക്തൻ. ഹല്ലേലൂയ. ആ ഭക്തന്റെ അടുക്കിലേക്ക് അവൻ്റെ അവസ്ഥയെ അറിഞ്ഞ്, അവൻ്റെ ആവശ്യത്തെ അറിഞ്ഞ് ദൈവം തൻ്റെ ഭക്തനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശപ്പുള്ളവൻ്റെ അടുക്കേക്ക് ദൈവം ഭക്തനെ അയക്കുമോ? ആർത്തിയുള്ളവന് അവന് ദൈവത്തിന് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമോ? സ്തോത്രം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അശുദ്ധമായതൊന്നും ഞാൻ തൊടത്തില്ല, അശുദ്ധന്റെ അടുത്തേക്ക് പോകത്തില്ല എന്നുള്ള ഒരു ഹൃദയ വിചാരത്തോടെ ഇരുന്ന പത്രോസിനെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്വപ്നത്തിൽ അവന്റെ അടുത്ത് പോകാൻ വെളിപ്പെടുത്തി അവനെ പറഞ്ഞയച്ചു. കൊർന്നല്യോസിന്റെ അടുക്കൽ ചെന്നു, കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്ത, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അത് കേട്ട ജനം ഹല്ലേലൂയ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ അന്യഭാഷയിൽ, കേട്ട ഉടനെ അന്യഭാഷയിൽ സംസാരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ കുറെ നാൾ ആരാധനയ്ക്ക് കടന്നു പോയിട്ട് 5 പ്രാവശ്യം കൈയടി നീ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ, നീ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ വിശപ്പോടെ ഇരുന്നാൽ, നീ യേശു ആരാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിക്കും, പരിശുദ്ധാത്മാവിനെ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷണ്ണനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നു. ഷണ്ണൻ, കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ സ്തോത്രം ഭൃത്യനായിരുന്ന ഷണ്ണൻ ഇതാ ദൈവാലയത്തിൽ ദൈവത്തെ പോയി ആരാധിച്ച് വന്നതിന് ശേഷം വചനം വായിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ച് നോക്കുക. ആർത്തി. കർത്താവിനെ അറിയാൻ ആഗ്രഹിച്ചവന്റെ അടുക്കിലേക്ക് ദൈവം ഒരു ഫിലിപ്പോസിനെ അയച്ചു. ആമേൻ. ദൈവം ഒരു ഫിലിപ്പോസിനെ അയച്ചു. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കുന്ന ഫിലിപ്പോസ് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്ന ഫിലിപ്പോസ് ഹല്ലേലൂയ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കും. ഹല്ലേലൂയ. അവരെൻ്റെ മുൻപാകെ തലവണക്കുന്നവർക്ക്, വിശപ്പിന് വേണ്ടി, ദാഹത്തോടെ വിശപ്പോടെ ദൈവസ്ഥാനിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നവർക്ക് ആ കർത്താവിൽ നിന്നുള്ള നന്മയുടെ ഹല്ലേലൂയ വർധനവിൻ്റെ, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ വർധനവിൻ്റെ, ഉദാഹരണത്തിൻ്റെ, നിറവിൻ്റെ ഹല്ലേലൂയ ആത്മീയവും ഭൗതികവുമായ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കടത്തിവിടും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസ്ഥനിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊന്ന് ഉറപ്പുണ്ടാകണം, എൻ്റെ ദൈവം ശക്തനാണ്, സർവശക്തനാണ്. അബ്രഹാമിനോട് അപ്രകാരം ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തനായ യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദിവസത്തിൽ നമ്മുടെ തലവളയെ വണക്കാം, പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ദിവസത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ വചനത്തിലൂടെ ശക്തമായി ഞങ്ങൾ ഇടപെട്ടല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മറിയയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയവ ചെയ്ത ശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, വൻകാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേടുകളിൽ അഹങ്കരിക്കാതെ ദൈവസ്ഥലിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ദൈവത്തിലാണെന്നുള്ള ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ചർച്ചിൽ വരുമ്പോൾ ഞങ്ങളെ കാണുന്ന ഒരു കൂട്ടമുണ്ട്. എന്നാൽ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളെ അവർ കാണുന്നില്ല. ഞങ്ങൾ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ കാണുന്നൊരു കൂട്ടമുണ്ട്. എന്നാൽ ഞങ്ങളെ ഫ്രണ്ട്സ് വലയത്തിനകത്തേക്ക് പോകുമ്പോൾ അവർ ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് വലയത്തിൽ നിന്ന് ഞങ്ങൾ ചർച്ചിലേക്ക് വരുമ്പോൾ ഹാലിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് വലയം ഞങ്ങളെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് വ്യത്യസ്ത നിലകളിൽ ഞങ്ങളുടെ സ്വഭാവത്തെ ചലിപ്പിക്കാം. എന്നാൽ ഞങ്ങളുടെ സ്വഭാവത്തെ കാണുന്നൊരു ദൈവം, ഹല്ലേലൂയ, ഓ ഞങ്ങളുടെ ചലനങ്ങളെ അറിയുന്നവനായ ദൈവം, ആ ദൈവത്തെ മറച്ച് ഞങ്ങൾക്കെങ്ങും പോകാൻ കഴിയത്തില്ല. ആ ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കനായി നീതി പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കർത്താവ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആർത്തിയുള്ളവനായി വിശപ്പുള്ളവനായി നിന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള നന്മകളെ അനുഭവിപ്പാൻ ഓ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കുമെന്ന് ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള ദാഹത്തിലേക്ക്, വിശപ്പിലേക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ ജനത്തെ അയക്കണമേ, അടിയനെ അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സർവ്വമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.